ഇത് മാസ്റ്റർ ബെഡ്റൂം. നന്നായിരിക്കുന്നു. വീട് പണിയുടെ ചുമതല ഇവനായിരുന്നു. ബാലൻ BA ഒക്കെ പാസ്സായി നിൽക്കുകയല്ലേ, നീ അച്ഛനെ സഹായിക്കണം. കഴിയുന്ന പോലെയൊക്കെ ഞാൻ സഹായിക്കുന്നുണ്ട്. ബസ്സും ലോറികളും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് തുടങ്ങണമെന്നാണ് അവന്റെ ആഗ്രഹം. സ്ഥലമൊക്കെ നോക്കി വെച്ചു. പക്ഷെ ഒരു കുഴപ്പം. എന്താ കുഴപ്പം? സ്ഥലം നമ്മുടെ കോലൂത്ത് രവിവർമ്മ തമ്പുരാന്റെ വകയാണ്. പക്ഷെ അതിനൊരു കടബാധ്യതയുണ്ട് നമ്മുടെ പിശുക്കൻ ശങ്കരപ്പിള്ളയ്ക്ക്. ശങ്കരപ്പിള്ള എന്ത് പറയുന്നു? മുതലും പലിശയും പലിശയ്ക്ക് പലിശയും കൊടുത്താൽ ഒഴിഞ്ഞു തരാമെന്ന് പറഞ്ഞിരിക്കുക. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ഒരു പാട്ടും കൂടെ പാടണമെന്ന് പറയുന്ന ബിന്ദ്രാളനാണ് ശങ്കരപ്പിള്ള. ഏതായാലും തിരുമേനി സമ്മതിച്ചിരിക്കുക. പാവം തിരുമേനി. ഒന്നോർത്താൽ അദ്ദേഹത്തിന്റെ കാര്യം മഹാകഷ്ടമാണ്. നാട് വാണിരുന്ന കോലവുമാണ്. ഇന്നിപ്പോ അത്താഴപ്പക്ഷി കൂടാതെ കഴിയുന്നു എന്ന് മാത്രം. മകൻ MA പാസ്സായി തലയ്ക്ക് സുഖമില്ലാതെ എവിടെയോ ഓടിപ്പോയി. മകള് BA പാസ്സായി വീട്ടിൽ നിൽക്കുന്നു. തിരുമേനി ഇപ്പോഴും ആ പഴയ ചാരുകസേരയിൽ ഒരേ ഇരിപ്പാണ്. തിരുമേനി, മണി 9 കഴിഞ്ഞു. മാധവൻ ചേട്ടനെ ഇതുവരെ കണ്ടില്ലല്ലോ. താൻ പിടയ്ക്കാണ്ട് നിൽക്കടൂ, അവര് വരാണ്ടിരിക്കില്ല. ഓ, നമസ്കാരം തിരുമേനി. വന്നോളൂ വന്നോളൂ. നിങ്ങളെ കാണാണ്ട് ശങ്കരൻ കയറ് പറിക്കായിരുന്നു. എന്താ ശങ്കര? ഉത്തരവ്. അങ്ങോട്ടിരിക്കാം. വേണ്ട തിരുമേനി. അങ്ങോട്ട് ഇരുന്നോളൂ. അപ്പോ ഇവരെ കാര്യങ്ങളൊക്കെ സംസാരിച്ചില്ലേ ശങ്കരനോട്? ഉത്തരവ്. അപ്പൊ പിന്നെ ഇനി എന്താ, എല്ലാം അതിന്റെ വഴി പോലെ നടന്നോട്ടെ. ശങ്കരപ്പിള്ളേ, മുതലും പലിശയും പലിശയ്ക്ക് പലിശയും വേണോ? മുതലും പലിശയും പോരെ? അയ്യോ, അങ്ങനെ പറയരുത്. മുതല് പിറകെ തന്നാ മതി. പലിശയും പലിശയ്ക്ക് പലിശയും ഉടനെ കിട്ടണം. അതാ അതിന്റെ നടപടിക്രമം. നിങ്ങൾ കണക്കൂട്ടി പറഞ്ഞ തുക മുഴുവൻ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പലിശയുടെ പലിശ ഉപേക്ഷിച്ചാൽ ആ തുക ഞങ്ങൾ തിരുമേനിക്ക് കൊടുത്തേക്കാം. തിരുമേനിയുടെ അല്ലേ സ്ഥലം, അത്രയെങ്കിലും സഹായം ആയിക്കോട്ടെ. അങ്ങനെ പറയുന്നത് സങ്കടമാണ്. മുതലും പലിശയും പലിശയ്ക്ക് പലിശയും മേടിക്കണമെന്ന് അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളത്. അത് തെറ്റിച്ചാ ദൈവദോഷം ഉണ്ടാവേ. ശങ്കര, അടിയൻ. നീ സങ്കടപ്പം എന്താട്ടോ? എന്താ അച്ചാൽ വാങ്ങിയിട്ട് ആ കടപ്പത്രം അങ്ങോട്ട് കൊടുത്തോളൂ. ദൈവദോഷം ഉണ്ടാക്കണ്ട. ഉത്തരവ് തിരുമേനി. പണം കൊണ്ടുവന്നിട്ടില്ലേ? കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിൽ കൊടുത്തിട്ട് പത്രം വാങ്ങിച്ചോളൂ. ഓ, പണം കടപ്പത്രം. ശങ്കരപ്പിള്ള പറഞ്ഞ തുക മുഴുവനും ഉണ്ട്. സംശയം ഉണ്ടെങ്കിൽ എന്നെ നോക്കൂ. വേണ്ട, മാധവൻ ചേട്ടൻ എനിക്ക് വിശ്വാസമാണ്. ഒരു ചാപ്പാണം പോയില മുഴുവനും ഉണ്ട്. തിരുമേനി ഇതങ്ങോട്ട് കൈക്കൊള്ളണം. ഇനി ഇതെന്തിന്? അങ്ങനെ ചോദിക്കരുത്, ശങ്കരന്റെ ചങ്ക് പൊട്ടിപ്പോ. എങ്കിൽ ചോദിക്കണില്ല, ഇങ്ങനെ തന്നോളൂ. മോളെ ഇന്ദു, ഇന്ദുലേഖ, അച്ഛാ, സംഭാരം ഇപ്പോ വേണമെന്നില്ല എന്ന് പറഞ്ഞാ പറ്റില്ല. കോലോത്ത് വരുന്നവർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കാതെ വിട്ടിട്ടുള്ള പാരമ്പര്യം ഇല്ല. അയ്യോ, അത് പതുക്കെ പറയണു. അന്നദാന പ്രഭുക്കളല്ലായിരുന്നു. കൂടുതൽ വിസ്തരിക്കണ്ട. സംഭാരം കൊണ്ടുവരുമ്പോ കുടിച്ചിട്ട് പോയിക്കോളൂ. ഉത്തരവ്. അച്ഛാ, സംഭാരം. അങ്ങോട്ട് കൊടുത്തോളൂ കുട്ടിയെ. എന്താണോ ഈ ആംഗ്യം? പിതൃക്കൾക്ക് കൊടുക്കുവാ നീ. ഇതാ, ഇതോടെ കൊണ്ടുപോകണു കുട്ടിയെ. ഇല്ലാച്ചാ ശങ്കരന്റെ ചങ്കു പൊട്ടിപ്പോത്രേ. എന്റെ മകളാ ഇന്ദുലേഖ, BA പാസ്സായി. പറഞ്ഞിട്ട് എന്താ കാര്യം? പണി ഒന്നുമില്ല. പണം കൊടുത്താ പണി കിട്ടുമത്രേ. അതിന് പണം ഇല്ലാലോ. ഇതാരാ കൂട്ടത്തിലുള്ളത്? എന്റെ മൂത്ത മകനാണ് തിരുമേനി, ബാലചന്ദ്രൻ. എന്ത് ചെയ്യുന്നു? ബിസിനസ്സിൽ എന്നെ സഹായിക്കുന്നു. പഠിത്തമൊക്കെ? അവനും BA പാസ്സായിട്ടുണ്ട്. ഓ, തിരുമേനിയുടെ മകളും ഞാനും ഒരുമിച്ചാ പഠിച്ചത്. ഓ, എന്നിട്ട് ഇപ്പഴാ പറയാ? അപ്പൊ അടിയ ഇങ്ങോട്ട് പൊയ്ക്കോളൂ പൊയ്ക്കോളൂ. ആധാരം എഴുതിക്കാണെന്നും ശങ്കരപ്പിള്ള ആവശ്യമില്ലല്ലോ. വേണ്ട വേണ്ട, അതൊക്കെ ഇനി ഞങ്ങൾ തന്നെ എഴുതിച്ചോളാം. ഓ, അശ്രീകരൻ പൊയ്ക്കോളൂ. അപ്പോ ഇന്ന് തന്നെ ആധാരം നടത്തിക്കളയാം, താമസിപ്പിക്കണ്ട. അങ്ങനെ ആയിക്കോട്ടെ തിരുമേനി, നീ വീട്ടിലേക്ക് പൊയ്ക്കോ. തിരുമേനിയും ഞാനും കൂടെ ആധാരം രജിസ്റ്റർ ചെയ്തിട്ട് വന്നേക്കാം. ശരി അച്ഛ, ഒറ്റ
ഞാൻ ഈ വസ്ത്രമൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. ആരെയാ നോക്കുന്നത്? എന്തുവാ? ആരെയാ കാണേണ്ടത്? ഒരു കൂട്ടുകാരെ കാണാനുണ്ടായിരുന്നു. ആരാത്? ഒരു തമ്പുരാട്ടിക്കുട്ടി. ഈ ആറ്റു തീരത്തോ? ഓ, വീട്ടിൽ നിന്ന് പോകുന്നവരെ എന്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ കോരൂത്തൊന്ന് പിറങ്ങി ഓടിക്കളും. അപ്പോ തമ്പുരാട്ടിക്കുട്ടി കൊള്ളാമല്ലോ. കൊള്ളാം കൊള്ളാം. വന്ന് കയറിയപ്പോൾ ഞാൻ നോക്കുന്നതാണ്. അകത്തേറി ഒളിച്ചിരിക്കുകയായിരുന്നല്ലേ? ഞാൻ വന്നല്ലോ. വന്നു സംഭാര വിതരണത്തിന്. അത് പോരെ? ഞാൻ വന്നത് വെള്ളം കുടിക്കാനല്ല, സ്ഥലം വാങ്ങാനാണല്ലേ? അതിനച്ഛൻ വന്നാ പോരെ. ഞാൻ വന്നത് ഇന്ദുവിനെ കാണാനാ. എന്നാ ശരിക്ക് കണ്ടോളൂ. ഇന്ദു, ഇന്നലെ അമ്പലത്തിൽ വെച്ച് കണ്ടതല്ലേ? എന്നിട്ട് മതിയായില്ലേ? ഇല്ല, എനിക്ക് ഇന്ദുവിനെ എപ്പോഴും കാണണം. അതെന്താ ഇന്ദു അങ്ങനെ? എന്തോ എനിക്കറിയില്ല. എന്നെ എപ്പോഴും കാണണമെന്ന് ഇന്ദുവിന് തോന്നാറുണ്ടോ? എന്തിനാ അറിയുന്നേ? എന്തോ അമ്മ വിളിക്കുന്നു. അച്ഛല്ലേ? രാവിലെ ഇറങ്ങിയല്ലോ സൈക്കിളും തള്ളി ഗുസ്തിക്ക്. അയ്യോ അമ്മ, ഗുസ്തിക്കല്ല, സ്പോർട്സ് പ്രാക്ടീസിന് പോവുകയാണ്. എന്ത് കുന്തത്തിന് വേണമെങ്കിലും പോയിക്കോ. പരീക്ഷയ്ക്ക് എങ്ങാനും തോറ്റേച്ച് ഇവിടെ വന്നാ പരീക്ഷയ്ക്ക് ഞാൻ ഫസ്റ്റ് ക്ലാസ് മേടിക്കും അമ്മേ. 1 2 3 4 1 2. ഇന്റർ കൊളീജിയറ്റ് സ്പോർട്സിന് പങ്കെടുക്കാൻ ട്രെയിൻ ചെയ്യുന്ന നമ്മുടെ കോളേജിലെ ഈ പെൺകുട്ടികളിൽ ആരെങ്കിലും ഒരു റെക്കോർഡ് സൃഷ്ടിക്കുമെന്ന് സാറിന് ഹോപ്പുണ്ടോ? 400 മീറ്റേഴ്സിൽ സൂസൻ മാത്യു ചിലപ്പോൾ ഫസ്റ്റ് വരുമെന്ന് എനിക്ക് തോന്നുന്നു. നെവർ. ഒരു കോച്ച് എന്ന നിലയിൽ ഇവർ ഓരോരുത്തരുടെയും സ്റ്റാമിനയും പെർഫോമൻസും ഞാൻ വളരെ ക്ലോസ് ആയിട്ട് സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഒരു ഇന്റർ സ്റ്റേറ്റോ നാഷണൽ ലെവലിലോ വരാൻ സാധ്യതയുള്ള ഒരൊറ്റ കുട്ടിയെ ഈ ബാച്ചിലുള്ളൂ. രാധയായിരിക്കും. യെസ്, മൈൽ റേസിന് അവളെ റെക്കോർഡ് തീർക്കുന്നുള്ള തീർച്ചയാണ്. അതുകൊണ്ടല്ലേ നാട് മുഴുവനിട്ട് ഓടിച്ച് അവളെ വിഗ്രസ് ആയിട്ട് ഞാൻ ട്രെയിൻ ചെയ്യിക്കുന്നത്. അതാ അവള് വന്നു. ഷീസ് ലേറ്റ് ബൈ 15 minutes. വരുമ്പോ ഞാൻ അവളെ ചാടിക്കും കേട്ടോ സാറേ. ഇവളുമാരുടെ റഫായിട്ട് പെരുമാറിയില്ലെങ്കിൽ തലയിൽ കയറും. യു ആർ കറക്റ്റ്. എന്താ അത്ര താമസിച്ച? എഴുന്നേറ്റ് പോ, അല്പം ലേറ്റ് ആയി പോയി. ദാറ്റ്സ് നോട്ട് ആൻ എക്സ്ക്യൂസ്. നിങ്ങളുടെ സൗകര്യം നോക്കി തുള്ളാമെന്നിരിക്കുന്നവരല്ലേ ഞങ്ങൾ. ഇഫ് യുവർ ഇന്റൻഷൻ ഈസ് ടു വിൻ, യു മസ്റ്റ് ബി സിൻസിയർ ആൻഡ് പങ്ക്ച്വൽ. യു അണ്ടർസ്റ്റാൻഡ്? യെസ് സർ. കം ഓൺ, ഗെറ്റ് റെഡി. സാറാ സൂസൻ മാത്യുവിന്റെ ടൈം ഇംപ്രൂവ് ആയിട്ടുണ്ടോ നോക്കൂ. ഓൺ യുവർ മാർച്ച്, സെറ്റ്. Run fast, run fast. Don't be lazy. എന്തിനാ വരാൻ പറഞ്ഞത്? നിങ്ങളുടേതല്ലേ ഈ ഷെഡ്? അതെ. ഞങ്ങൾക്ക് വർക്ക്ഷോപ്പിന് പണി തുടങ്ങണം. അതിന് ഇതൊന്നും പൊളിച്ചു മാറ്റി തരണം. പൊളിക്കുന്നതിന് ഷെഡ് ഇവിടെ നിന്നോട്ടെ. ഷെഡ് ഇവിടെ വന്നാൽ ഞങ്ങൾ വർക്ക്ഷോപ്പ് അവിടെ പണിയിക്കും. ബാക്കി സ്ഥലമില്ലേ, അവിടെ പണിച്ചാ മതി. ഈ ഷെഡ് നിൽക്കുന്ന സ്ഥലത്തിന് തറവാട് തന്നേക്കാം. ശങ്കരപിള്ളയുടെ മോനാണോ? അതെ. ശ്രീധരൻ, ഇവൻ പട്ടാളത്തിൽ ജമീന്ദാരായിരുന്നു. ശ്രീധര, നിന്റെ അച്ഛന് മുതലും പലിശയും പലിശയ്ക്ക് പലിശയും കൊടുത്താണ് ഞങ്ങൾ ഈ സ്ഥലം എഴുതി വാങ്ങിയത്. ഇനി ഇവിടെ ഷെഡും കൊട്ടാരം ഒന്നും പറ്റിയല്ല. ഞങ്ങൾക്ക് വർക്ക്ഷോപ്പ് പണിയണം. എങ്കിൽ പൊളിച്ചു കളഞ്ഞിട്ട് പണിതാട്ടെ. എന്താ പൊളിച്ചാൽ? അത് പൊളിക്കുമ്പോ അറിയാം. എങ്കിലും അത് ഇപ്പൊ തന്നെ അറിഞ്ഞേക്കാം. നീ ഇപ്പൊ ഒന്നിനും പോണ്ട. അല്ല, അവൻ എന്താ ചെയ്യുന്നു കാണട്ടെ. മിണ്ടാൽക്കട അവിടെ. അപ്പോ ശങ്കരപ്പിള്ള കുഴപ്പമുണ്ടാക്കാൻ തന്നെയാ ഭാവം. കുഴപ്പം എന്തോന്ന് വേണം സാറേ? നിങ്ങൾ വർക്ക്ഷോപ്പ് പണിയാൻ പോന്നു. എനിക്കൊരു ഷെഡെങ്കിലും വേണ്ടേ? ഞാൻ തറവാട് വരാമെന്നേ. ഇല്ല, ഇത് നമ്മൾ തമ്മിൽ പറയാൻ തീരുമെന്ന് തോന്നുന്നില്ല. എങ്കിൽ കോടതി പറയട്ടെ, ഞാൻ കോടതി വരാം. വാടാ. മോനെ ശ്രീധര, ഈ വസ്തു നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കും.